എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനാശംസകൾ നേർന്നുകൊള്ളട്ടെ. വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ച കഷ്ടതകളും അവർ അനുഭവിച്ച യാതനകളും യാതൊരു ഫ്രീഡവുമില്ലാതെ അവരുടെ സന്തോഷവും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് വളരെയധികം നീറുന്ന അവസ്ഥകളിൽ കൂടെ ഒരു കാലത്ത് സ്ത്രീകൾ പോയിട്ടുണ്ട്. പലരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഹാളിലോ എവിടെയെങ്കിലും ഇരിക്കുകയാണ് എങ്കിൽ അവർക്ക് ആ ഭാഗത്തേക്ക് വരുവാൻ സാധ്യമല്ല. അവർക്ക് അവരുടെ തല മാത്രം ഒന്ന് പുറത്തിട്ടൊന്ന് നോക്കുക, അകത്ത് കയറുക, മുറ്റത്തേക്ക് ഇറങ്ങുവാൻ പാടില്ല. സ്വാതന്ത്ര്യമില്ലാത്ത, സംസാരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളായിട്ട് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, വനിതകളോടായി പറയട്ടെ, നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ കുറച്ചുനാൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അത് മാറ്റിവെക്കപ്പെടേണ്ടുന്നതല്ല. നിങ്ങൾ സ്വയം അധ്വാനിക്കുന്നവരാണോ? നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണോ? ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയ്ക്ക് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എന്ത് പറയാനായിട്ട്, നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കാം. അതിനൊന്നും ആർക്കും ഒരു തടസ്സവും പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട വനിതകളോട് പറയട്ടെ, നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ആർക്കും അടിയറവ് വയ്ക്കേണ്ടതില്ല. വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുക. ആരോഗ്യമെല്ലാം പോയി ഒരു വയസ്സാകുന്നൊരു ടൈമിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞാൻ ഏറ്റവും നന്നായിട്ട് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിച്ചു, ഞാൻ നന്നായിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നിറവേറ്റി, എനിക്കിനി സങ്കടമില്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനായിട്ട് എല്ലാവർക്കും അതിൻ്റെ പ്രചോദനം ഉണ്ടാകട്ടെ. അത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് സ്വയം തീരുമാനിക്കേണ്ടത്. അതല്ല എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ ഇന്നും അടിമയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഒരഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടങ്ങളില്ല, എല്ലാം ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടേതായ ഒരു സമയം വരുമ്പോൾ ഈ പറയുന്ന ആരും കാണില്ല, അന്ന് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ